നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്ന് കണത്തി ചോദിച്ചാൽ അറിയാലോ, എവിടെന്നാ ദേഷ്യം പൊട്ടി വരാന്ന് അറിയില്ല എന്ന് കരുതി അത്താഴ പട്ടിണി കിടന്നോട്ടെ എന്നും എങ്ങനെയാ കരുതുക? അവളുടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോ നമ്മുടെ കൂടെ ഇരിക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ കൊണ്ടുപോയി കൊടുത്തേക്കാം, കഴിക്കട്ടെ. ഇതെന്താ ഈ വീണയ്ക്ക് പറ്റിയത്? എനിക്കറിയൂടാ മോനെ. വലിയ വലിയ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളില് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇപ്പോ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലല്ലോ. എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയേക്കെന്ന് പറയുന്ന പോലെയാ. ബാക്കിയുള്ളവരുടെ മനസ്സ് വിഷമിക്കുന്നൊന്നും ആർക്കും അറിയണ്ടല്ലോ. അത് അമ്മാവൻ വെറുതെ അതിന്റെ പേരിലൊന്നും വിഷമിക്കണ്ട. അവളുടെ കൂട്ടുകാരിയില്ലേ ശ്രേയ, അവൾക്ക് വയ്യാന്നും പറഞ്ഞ് അവളുടെ ബ്ലഡ് പരിശോധിച്ച് റിസൾട്ട് വാങ്ങാൻ വീണയെ ഹോസ്പിറ്റലിൽ പോയത്. അതേപ്പോ ഞാൻ അവളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. ഇനിയിപ്പോ അതിന്റെ ടെൻഷൻ വല്ലോ ആവും. ഇവക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട്. ഈ കൂട്ടുകാരിക്ക് എന്തെങ്കിലും പറ്റിപ്പോയെന്ന് പറഞ്ഞാല് പിന്നെ അത് പരിഹരിക്കാനുള്ള മാർഗം നോക്കാതെ ഉടനെ അതിന്റെ പേരിൽ അങ്ങ് വിഷമിച്ചോളൂ. നീ സൗകര്യം പോലെ അവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എടാ, കൂട്ടുകാരൊക്കെ ഉണ്ടായിക്കോട്ടെ, അവരുടെ പ്രശ്നങ്ങളൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി അതെല്ലാം വലിച്ചു വാരി കെട്ടി നമ്മുടെ കുടുംബത്തിലോട്ട് കൊണ്ടുവരണ്ട. അതെ, ഈ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന കൂട്ടത്തിൽ അമ്മാവിന് ഈ ഉപദേശത്തിനൊന്നും നിൽക്കണ്ട. അപ്പൊ പിന്നെ അവള് ഇതും കഴിക്കാൻ നിൽക്കില്ല. ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇതങ്ങ് കൊടുക്കുന്നു, ഞാനിങ്ങ് പോരുന്നു, അത്രേ ഉള്ളൂ. ഈ അമ്മമാരുടെ സ്ഥാനം ചെറുതൊന്നും അല്ല മോനെ. അവര് നിസ്സാരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങള് ഒരായുസ് തലകുത്തി നിന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. മോളെ വീണേ, മോളെ. ആ, ഇത് വലിയ കഷ്ടായല്ലോ. എന്താ മോളെ, ഇതിവിടെ വെച്ചോ. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നീ കഴിച്ചാ മതി. ഇതെന്താ, ഭക്ഷണം കഴിപ്പിച്ചേ പറ്റൂന്ന് അച്ഛന് വല്ല വാശിയുണ്ടോ? അച്ഛൻ അങ്ങനെ വാശിയുണ്ടായ എന്താ മോളെ തെറ്റ്? മോള് പട്ടിണി കിടക്കല്ലെന്നേ ഉള്ളൂ. മതി. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അമ്മയില്ലാത്ത കുട്ടി, നേരെ ചൊവ്വെ കാര്യങ്ങൾ അറിയാത്തവള്, നന്മയും തിന്മയും തിരിച്ചറിയാത്തവള്. മോളെ, അതിന് അച്ഛൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഇതൊന്ന് വാങ്ങി വെക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പ്രായമായി അനുഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞാ പോരാ, ഒരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റണം. എന്താ വീണേ, നീ എന്തൊക്കെയാ അമ്മാവനോട് പറയുന്നേ? ഇത്രയും ശബ്ദം ഉയർത്തി അമ്മാവനോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മാവന് നിന്റെ മനസ്സ് കാണാൻ അറിഞ്ഞൂടാ അല്ലേ? പിന്നെ ആരെയാടി ഈ നിൽക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കുന്നത്? നീ ചിരിക്കുമ്പോ ആ മനുഷ്യൻ കൂടെ ചിരിക്കും. നിനക്ക് എന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചാ നിന്നെ ഓർത്ത് അഭിമാനിക്കും. നീ കരഞ്ഞാ നിന്റെ കൂടെ ഇരുന്ന് കരയും. എന്താ കാര്യം എന്നറിയോ? അച്ഛനായിട്ട് വേഷം കെട്ടി നടക്കല്ല, അച്ഛനായിട്ട് ജീവിക്ക. ഓ, ഇനി അപ്പുറം ഇപ്പുറം നിന്ന് തുടങ്ങിക്കോ. എനിക്ക് 3 നേരം ഈ നന്മ ഉരുട്ടി വിഴുങ്ങാൻ തരണ്ട. അച്ഛൻ ഇത് കൊണ്ടുവന്നുണ്ടോ ഇല്ലയോ? ഇല്ല, നീ ഇത് കഴിച്ചേ പറ്റൂ. എന്റെ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. വേണ്ട പോനെ. പണം ഉണ്ടാക്കാനുള്ള വഴി തേടി നടക്കാണ് അവള്. എന്തു വഴി? അവള് പണം ഉണ്ടാക്കുന്ന വഴി ഏതെന്ന് കണ്ടുപിടിക്കണം. എന്റെ പൊന്ന് സാറേ, அந்த அம்மாவு அவள் வந்து ஒரு ஃப்ராடு. அவருக்கு இந்த கல்யாணம் பிடிக்கல, அதுதான் அவரு எல்லாம் சொல்லிட்டு இருக்கு.
പക്ഷെ അവര് പറഞ്ഞതിൽ കാര്യമുണ്ടാ. ഇന്നു മുതൽ ഞാൻ നിന്നെ ഒരു ചുമതല ഏൽപ്പിക്കുക. നീ രാവും പകലും നിത്യയുടെ പിന്നാലെ സഞ്ചരിക്കണം. അവൾ എവിടെ പോകുന്നു, ആരെ കാണുന്നു, എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന് അത് നീ കണ്ടുപിടിക്കണം. என்னால முடியாது சார். எதுக்கு சார்? எதுக்கு சார் அந்த பெண்ணை இவ்வளவு டார்ச்சர் பண்ணிட்டு இருக்கு? നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. முடியல முடியல முடியல. எனக்கு பைத்தியம் இல்ல, உங்களுக்கு தான் பைத்தியம் இருக்கு. എനിക്ക് ഭ്രാന്താണല്ലേ? എന്നാ പിന്നെ എന്റെ ഭ്രാന്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാടാ. അവള് മാത്രമല്ല, നല്ലവളാണെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന എല്ലാവരും നമ്മളെ പറ്റിക്കുന്നവളുമാരാ. പെണ്ണെന്താന്ന് അറിയില്ല നിനക്ക്, അവളുടെ സ്വഭാവം എന്താന്ന് അറിയില്ല നിനക്ക്. ഒരുപാട് മുമ്പേ ഞാൻ അവരുടെ ചതികളെല്ലാം തിരിച്ചറിഞ്ഞതാ. എന്താടി? ഞാൻ ഈ പാത്രം തിരിച്ചു കൊടുക്കാൻ വന്നതാ. എന്താ നിങ്ങൾ തമ്മില് എന്താ ശരവണ? ஏய், നിനക്ക് വേദനിച്ചോടാ? ഇങ്ങനെയാ ഞാനന്ന് അവനെ കൈകാര്യം ചെയ്തു. ജീവിച്ചിരിക്കാ ഇപ്പ? ആ സാറാ, നീ എപ്പോ വന്നു? ഞാൻ ഈ പാത്രം തിരിച്ചു തരാൻ വന്നതാ ജ്യോതി. അപ്പോ ഇവര് തമ്മില് ഇവര് തമ്മിലല്ലേ? ശരവണൻ കാര്യമായിട്ട് എന്തെങ്കിലും മണ്ടത്തരം പറയും, ഏട്ടൻ അത് കേട്ട് ദേഷ്യം വരികയും ചെയ്യും. അല്ല, ഇന്നെന്താ ഏട്ടാ കാര്യം? ഇങ്ങ് വാ സാറ. ആ വാ. അറിയാലോ നിനക്ക്, എതിർത്ത് സംസാരിക്കുന്നവരെ എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാ ഇഷ്ടമല്ല, മനസ്സിലായല്ലോ? ഞാൻ പറയുന്നതേ കേക്കാവൂ. പുരിഞ്ചിതാ. അവനോட പുരിഞ്ചത് മനിതനാ അത മൃഗമാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.